ഇത് നമ്മുടെ കേരളത്തിൽ സാധാരണക്കാരന് ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ തെളിവാണ് എന്തൊരു സംഘം, കുറുവാ സംഘം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ മൊത്തം വ്യാപിച്ചു കൊണ്ടിരിക്കുന്നൊരു സംഭവം. 4 പേര് അവരുടെ കയ്യിലിരിക്കുന്ന ഒരു വലിയൊരു പാറക്കല്ല്. ആ പാറക്കല്ല് കൊണ്ട് എത്ര ബലമുള്ള ഡോറാണെങ്കിലും ആ ഡോറിൽ എറിഞ്ഞ് പിടിപ്പിച്ച് ആ ഡോറ് പൊട്ടിച്ച് ഇവരുടെ കയ്യിലിരിക്കുന്ന കമ്പിയും കുറുവടിയും വെട്ടുകത്തി അതേപോലുള്ള സാധനങ്ങളും കൊണ്ട് ഓരോ മലയാളിയുടെ വീട്ടിൽ കയറി വെട്ടിമുറിച്ച് അവർ കൊന്നിട്ട് അവരുടെ സ്വർണം പൊട്ടിച്ചുകൊണ്ട് പോകുന്ന കേരളത്തിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന കുറുവാ സംഘമാണിത്. ഇതിന് ശക്തമായ പോലീസിൻ്റെ പെട്രോളിങ് എല്ലായിടങ്ങളിലും വേണമെന്നും അതുപോലെ തന്നെ പോലീസിൻ്റെ നിയന്ത്രണത്തിൽ എല്ലായിടങ്ങളിലും ക്യാമറ വെക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ വീട്ടിലെ ജനങ്ങൾ നിലവിളിച്ച് വിളിക്കുകയാണ് കള്ളനെന്ന്. കള്ളൻ എന്ന് പറഞ്ഞാൽ ഇത്രയും പേര് അവരുടെ വീട്ടിൽ കയറിയിരിക്കുകയാണ്. കയറിയിട്ട് ബാക്കിയുള്ളവരെ കൊന്ന് സ്വർണ്ണം എടുത്തുകൊണ്ട് പോകുന്നതിന് വേണ്ടി, പണം എടുത്തുകൊണ്ട് പോകുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് രാഷ്ട്രീയത്തിൻ്റെ പേര് തമ്മിൽ തല്ലി പോകാതെ കേരളത്തിലുള്ള ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം ചെയ്യുന്ന പോലീസും അത് ഭരിക്കുന്ന രാഷ്ട്രീയ നേതാവ് ഉണരണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം അരുൺ നെടുമങ്ങാട്. നേരിൻ്റെ ശബ്ദത്തിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ മലയാളി പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അരുൺ നെടുമങ്ങാട്. കേരളത്തിൻ്റെ വികസനം അതിമനോഹരമാകുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നു. അതിന് യാതൊരു തടസ്സവും തന്നെ ഇല്ല. 4 വരി പാതയും വലിയ വലിയ ബ്രിഡ്ജുകളും അതും ഇതുമൊക്കെ പണിതുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ സമയത്ത് നമ്മുടെ കേരളത്തിലെ മലയാളികൾ ജീവന ഭീഷണിയായി പലപ്പോഴും മരണപ്പെടുന്ന അവസ്ഥ, മോഷണത്തിന് ഇരയാകുന്ന അവസ്ഥ നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇന്ന് ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ വന്നത് മെയിനായിട്ടുള്ള കാര്യം പറയുന്നതിന് വേണ്ടിയാണ്. പണ്ട് കൊറോണയ്ക്ക് മുമ്പ് ഞാൻ അന്ന് ഫേസ്ബുക്കിലൂടെ ഒരു ലൈവ് ഇട്ടിരുന്നു. കേരളത്തിലേക്ക് കടന്നു വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികളുടെ കാര്യത്തിൽ സർക്കാർ ഏതെങ്കിലും ഒരു നിലപാടെടുക്കണമെന്ന് അന്ന് പറഞ്ഞിരുന്നു. ഈ വരുന്ന തമിഴ്നാട്ടുകാരായാലും ആന്ധ്രാക്കാരായാലും ബീഹാറുകളായാലും ആര് തന്നെ ആയിക്കോട്ടെ, ബംഗ്ലാദേശിലുള്ളവരാണെങ്കിൽ പോലും അവരെ വ്യക്തമായും അവരുടെ ആധാറും കാര്യങ്ങളും വ്യക്തമായി പരിശോധന അവരുടെ നാട്ടിൽ നടത്തണമെന്നും ഈ വരുന്നവർ ഏതെല്ലാം ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് എന്നതിനെക്കുറിച്ചും അന്വേഷണം നടത്തണമെന്നും അന്ന് ഞാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു കൊറോണയ്ക്ക് മുമ്പ്. പക്ഷേ അന്ന് സർക്കാർ എന്തോ നിലപാടെടുത്തു, വരുന്ന എല്ലാവരെയും പരിശോധിക്കുന്ന ഒരു നിലപാട് വന്നിരുന്നു. പക്ഷേ അതിനുശേഷം കൊറോണ വന്നു. അതോടുകൂടി ആ സർക്കാരിൻ്റെ ഉത്തരവ് പ്രാഗൽഭ്യത്തിൽ വരാതെ നിഷ്ഫലമായി പോവുകയും ചെയ്യും. അത് കാരണത്താൽ നമ്മുടെ കേരളത്തിൽ തമിഴ്നാട്ടുകാരും അതുപോലെ തന്നെ മറ്റുള്ള അന്യസംസ്ഥാന തൊഴിലാളികളുടെ വിളയാട്ടങ്ങളായിരുന്നു നമ്മുടെ കേരളത്തിൽ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരുന്നത്. പിഞ്ചു കുട്ടികളെ പോലും, താലോലിക്കുന്ന പിഞ്ചു കുട്ടികളെ പോലും വലിച്ചു കീറുന്ന ഒരു ഭയാനകരമാകുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ കേരളത്തിൽ സൃഷ്ടിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നും കേരളം മുന്നോട്ട് പോകുന്നത്. നമുക്കിപ്പോൾ അറിയാവുന്നൊരു കാര്യം തന്നെയാണ് കുറുവാ സംഘം എന്ന് പറഞ്ഞ വലിയ ഭയാനകരമാകുന്ന പച്ചയ്ക്ക് മനുഷ്യനെ വെട്ടിക്കീറി പീസാക്കി മാറ്റി നിർത്തുന്ന ഒരു തരം ഗുണ്ടായുസം പോലെ, ഒരു തരം തീവ്രവാദി എന്ന് പറയാൻ പോലും നരഭോജികൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് നമ്മുടെ കേരളത്തിൽ അവർ ഒറ്റയടിക്ക് പൊട്ടി വിരിഞ്ഞ സാധനമൊന്നുമല്ല. കേരളത്തിലെ പോലീസിനെ ഞാൻ കുറ്റം പറയുന്നില്ല, മറിച്ച് പോലീസുകാരോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 112 വിളിക്കണമെന്ന് സർക്കാർ പറയുന്നുണ്ട്. പക്ഷേ അതിലേക്ക് വിളിക്കുന്ന പോലീസിൽ എത്തുന്നതിന് മുമ്പേ ഈ വിളിക്കുന്നവൻ ഒരു പക്ഷേ ഈ ഭൂമിയിൽ നിന്ന് അവൻ മരിച്ചു പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവനെ വെട്ടി പീസാക്കി മാറ്റിയിട്ടുണ്ടാവാം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ലൈവായിട്ട് കണ്ടതാണ്. ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ ഞാൻ പങ്കുവെക്കാൻ പോവുകയാണ്. ഒരു 5 പേര് ഒരു വീട്ടിൽ ചെന്നിട്ട് ഭയങ്കര ഒരു കല്ല് ഫ്രണ്ടിൽ നടക്കുന്ന ഒരാളുടെ കയ്യിലുണ്ട്. അത് അദ്ദേഹം ഡോർ എറിഞ്ഞു പൊട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഡോർ എറിഞ്ഞു പൊട്ടിച്ച് അവിടെ ഏതാണ്ട് ഒരു 3-4 മിനിറ്റോളം അവർ വെളിയിൽ അവരുടെ ജോലി ഈ കുറുവാ സംഘം എന്ന് പറഞ്ഞ ഈ തീവ്രവാദികൾ അഥവാ ഈ നരഭോജികൾ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് ആ വീട്ടുകാർ 3-4 പ്രാവശ്യം കല്ല് പറക്കി എറിഞ്ഞു. വീട്ടുകാർ അപ്പോഴത്തേക്ക് ഉണർന്നു, നിലവിളിക്കുന്നുണ്ട്, കള്ളൻ എന്ന് പറയുന്നുണ്ട്. 4ാമത്തെ പ്രാവശ്യം ഈ നരഭോജി കല്ല് പറക്കി എറിഞ്ഞപ്പോൾ ഡോർ പൊളിഞ്ഞ് ഇവരെല്ലാം അകത്ത് പോയിട്ടുണ്ട്. ബാക്കി അതിന് ശേഷം നടന്നത് എന്താണെന്ന് നമുക്കറിയുന്നില്ല. തീർച്ചയായിട്ടും എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ വെട്ടി കൊന്നിട്ടുണ്ടാവാം, അതിന് യാതൊരു തർക്കവുമില്ല. അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം രാത്രി കണ്ണൂർ നടന്ന സംഭവം. ഒരു വീട്ടിൽ ഒരു അരി വ്യാപാരി, ഹോൾസെയിൽ വ്യാപാരിയുടെ വീട്ടിൽ കടന്ന് അവരെ തല്ലിക്കൊന്നിട്ട് 300 പവനും
അതുപോലെ തന്നെ 1 കോടി രൂപ അവിടുന്ന് അപഹരിച്ചു കടന്നു കളഞ്ഞു എന്ന് വാർത്ത നമുക്ക് വന്നു. അതുപോലെ തന്നെ വർക്കലയിൽ കഴിഞ്ഞ ദിവസവും ഇതുപോലെ തന്നെ കുറവ സംഘത്തിൻ്റെ ഭീഷണി ആക്രമണത്തിന് ഇരയായിട്ടുണ്ട് എന്ന് നമുക്ക് വർക്കല എന്ന പ്രദേശത്ത് നമുക്ക് അറിയുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനുപരിയായി കഴിഞ്ഞ തിങ്കളാഴ്ച പുലർച്ചെ 12 മണിക്ക് മെഡിക്കൽ കോളേജിനകത്ത് CT സ്കാനിങ് ചെയ്യുന്ന ഭാഗത്ത് ഗുണ്ടായിസം ഉണ്ടായി. ഇതൊക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അന്ന് രാത്രി തന്നെ സെക്യൂരിറ്റിയുടെ ഓഫീസിൽ കുറച്ച് പേര്, അത് ചില രാഷ്ട്രീയ സംഘടനയിലെ ചില പ്രവർത്തകർ, ആ രാഷ്ട്രീയം ഏതാണെന്ന് ഞാൻ പറയാം, രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ചും പറയുന്നില്ല, അവിടെ ചെന്ന് ആംബുലൻസ് വിട്ടുകൊടുക്കുന്നതിനെതിരെ അവിടെ നിന്ന് 2 സെക്യൂരിറ്റി സ്റ്റാഫുകൾക്കെതിരെ അസഭ്യം പറയുകയും ചീത്ത വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ഉണ്ടായി. അത് ഇതിനകത്ത് പറയാൻ താല്പര്യപ്പെട്ടതല്ല. പക്ഷേ മറിച്ച് ഇന്ന് കേരളത്തിൻ്റെ പോക്ക് എന്നോട്ടെന്ന് വ്യക്തമായിട്ട് മനസ്സിലാകും. സർക്കാർ ജനങ്ങൾക്ക് വികസനമല്ല, അത് സർക്കാർ ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല എന്നാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. കാരണം ഈ കഴിഞ്ഞ 2 പ്രാവശ്യത്തെ ഉപതെരഞ്ഞെടുപ്പിനും ജനം വ്യക്തമാക്കി മറുപടി കൊടുത്തു. അതിനെ ആരെയാണ് സ്നേഹിച്ചത്, അവർക്ക് വേണ്ടി വോട്ട് ചെയ്ത് ജയിപ്പിച്ചു. ജനങ്ങൾക്ക് വികസനമല്ല ജനങ്ങൾക്ക് ആവശ്യം, പക്ഷേ അവൻ്റെ സ്വത്തിനും അവൻ്റെ ജീവനും സംരക്ഷണമാണ് ജനം ഇന്ന് ആഗ്രഹിക്കുന്നത്. അതുമാത്രമല്ല, പാവങ്ങൾക്ക് ഒരു നേരത്തെ പട്ടിണിക്കുള്ള ഭക്ഷണം കൊടുക്കുന്നത് വിളിച്ചു പറയുന്നതുമല്ല. ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ, ഞാനൊരു 10-38 വർഷമായി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിലാണ്. അത് ഏത് പാർട്ടിയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്ക് വളരെ വിഷമമുണ്ട്. ഞാൻ ആഗ്രഹിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയോ ഞാൻ ആഗ്രഹിച്ച ഒരു കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെയോ ഞാനെന്ന് പറഞ്ഞ പൊതുജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ രീതിയല്ല ഇന്നത്തെ പോക്ക് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. കാരണം ജനങ്ങൾ സാധാരണക്കാർ, എന്നെപ്പോലെയുള്ള സാധാരണ ജനം ആഗ്രഹിക്കുന്നത് ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ സൗജന്യ മരുന്ന് കിട്ടുന്നുണ്ടോ എന്ന് കൂടി ആലോചിക്കുന്നുണ്ട്. ഒരു ഗവൺമെൻറ് ആശുപത്രി പോകുന്നത് വലിയ കോടീശ്വരന്മാരല്ല, അവർ പ്രൈവറ്റ് ആശുപത്രികളിലൊക്കെ പോകാറുണ്ട്. പക്ഷേ പാവം പിടിച്ചവന് ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും കാശില്ലാത്തവൻ ഗവൺമെൻറ് ആശുപത്രി ആശ്രയിച്ച് അവിടെ ചെല്ലുമ്പോൾ അവർക്ക് കൊടുക്കുന്ന മരുന്ന് തികച്ചും വില കുറഞ്ഞ മരുന്നാണ്. ഒരു 10 രൂപ താഴെ 50 രൂപ താഴെയൊക്കെ ഉള്ള മരുന്നാണ് പലപ്പോഴും. നെടുമങ്ങാട് ഗവൺമെൻറ് ആശുപത്രി എന്ന് മുതൽ ജില്ലാ ഹോസ്പിറ്റലായോ അന്ന് മുതൽ ഒരു മരുന്നും അവിടെ ഇല്ല. ഞാൻ പലപ്പോഴും അവിടെ പോയിട്ടുള്ളതാണ്. എന്നിട്ട് ആ ഹോസ്പിറ്റലിനകത്ത് തന്നെയുള്ള പ്രൈവറ്റ് മെഡിക്കൽ സ്റ്റോറുകളുണ്ട്, അക്ഷയ, അത് മറ്റേ കാരുണ്യ, അതേപോലെ അവിടെ ഈ മരുന്നുകളെല്ലാം തന്നെ ഉണ്ട് താനും. ഇതൊക്കെ വളരെ മൃഗീയമായ ജനങ്ങളെ ദ്രോഹിക്കുന്ന നിലപാടാണ് ഇപ്പോൾ ഈ സർക്കാർ ചെയ്തു കൊണ്ടുവരുന്നത്. വികസനം ആവശ്യമാണ്, പക്ഷേ വികസനത്തിന് മുമ്പേ സാധാരണക്കാരായ ജനങ്ങൾ, വോട്ട് ചെയ്ത ജനങ്ങൾ, എന്നെപ്പോലെയുള്ള ഞാൻ അടയ്ക്കുന്ന പണവും കൂടി സർക്കാർ വിനിയോഗിക്കുന്നുണ്ട് എന്നത് മറക്കരുത്. കാരണം ഞാനും കരവും വസ്തുവിൻ്റെയും വീടിൻ്റെയും വണ്ടിയുടെയും എല്ലാത്തിനും ടാക്സ് എന്ന് വേണ്ട എല്ലാ നികുതി പണം എന്നെപ്പോലെ മന്ദബുദ്ധികളാകുന്ന പാവങ്ങളാകുന്ന പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത അഥവാ പ്രതികരിച്ചു കഴിഞ്ഞാൽ അവനെ കള്ളക്കേസിൽ കൊടുക്കി അവനെ പീഡിപ്പിക്കുന്ന അവസ്ഥയാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് ജനം മനസ്സിലാക്കുന്നു. ജനം വിഡ്ഢികളല്ല എന്ന് പ്രത്യേകിച്ച് ഭരണപക്ഷത്തുള്ള CM വ്യക്തമായി ഇതൊന്ന് ഓർക്കണം എന്ന് പ്രത്യേകത്തെ എൻ്റെ ഒരു അപേക്ഷയാണ്. ജനങ്ങൾക്ക് പ്രത്യേകം ഇപ്പം കേരളം ഭരിക്കുന്ന CMനോടുള്ള പ്രത്യേക ഒരു അപേക്ഷയാണ് എൻ്റെത്. കാരണം ജനങ്ങൾക്ക് വികസനം ആഗ്രഹമാണ്, പക്ഷേ വികസനത്തിന് മുമ്പേ ജനങ്ങൾക്ക് നിലനിൽക്കുവാൻ, അവന് ജീവൻ മുന്നോട്ട് കൊണ്ടുപോകുവാൻ, അവന് ഭക്ഷണം ലഭിക്കുവാനുള്ള മാർഗങ്ങൾ വേണം. 2, അവന് ജോലി ചെയ്യുവാനുള്ള സൗകര്യം ഇന്ന് കേരളത്തിൽ വേണം. 3, അവന് വീടിനും സ്വത്തിനും സംരക്ഷണം കൊടുക്കണം. 4, അവന് ഒരു വഴിയിലൂടെ പോയാലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ആവശ്യപ്പെട്ടാലോ സർക്കാർ ഓഫീസുകളിൽ പോയാലോ അവൻ അവിടെ നീതി നടപ്പാക്കി കൊടുക്കണം. പ്രത്യേകിച്ച് CMനോട് എൻ്റെ ഒരു അപേക്ഷയാണ്. എൻ്റെ മാത്രമല്ല, എന്നെപ്പോലെ സാധാരണ പാവങ്ങളുടെ ഒരു അപേക്ഷയാണ്. ഞങ്ങൾ ഉൾപ്പെടെ തരുന്ന നികുതിപ്പണം കൊണ്ടാണ് ഇന്ന് കേരളത്തിലെ എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ജീവിക്കുന്നതും അവൻ കൊണ്ടുപോയി ജോലി ചെയ്യുന്നതും ഭക്ഷണം കഴിക്കുന്നതും. നിങ്ങൾ ഓടിക്കുന്ന ഓരോ വാഹനത്തിൽ ഒഴിക്കുന്ന ഇന്ധനം പോലും ഞങ്ങളുടെയാണ് എന്നുള്ള ഓർമ്മ ഈ കേരളത്തിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ഈ കേരളം ഭരിക്കുന്ന പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും ആര് തന്നെയായാലും ഓർക്കണമെന്ന് വിനീത അഭ്യർത്ഥനയാണ്. കാരണം ഇന്ന് ഞാനൊരു വീഡിയോ എനിക്ക് അത് കണ്ട് ഭയാനകമായി പോകുന്നു. കാരണം എനിക്ക് വീട്ടിൽ പാർക്കാൻ കഴിയാതെ എത്രയോ വീടുകൾക്ക് സുരക്ഷിതയില്ലാതെ എത്രയോ വീടുകളിൽ നിന്ന് കിട്ടാതെ പിന്നെ അതുപോലെ തന്നെ പഞ്ചായത്തിൽ മുനിസിപ്പാലിറ്റിയിലുള്ള റോഡുകളിൽ കുണ്ടും കുഴിയുമാണ് ഒന്നാമത്തെ കാര്യം. നമുക്ക് വേണം 4 വരിപ്പാത ആവശ്യമാണ്. കോടികൾ എഴുതിയെടുത്തിട്ടുണ്ട്. അതിലൊക്കെ എത്ര എങ്ങോട്ടൊക്കെ പോകുന്നു നമുക്കൊക്കെ അറിയാം. ഞാനും ഒരു പൊതുപ്രവർത്തനം 38-39 വർഷം പൊതുപ്രവർത്തന രീതിയിൽ നിന്നിട്ടുള്ളതാണ്. പല ആൾക്കാരും എനിക്കറിയാം. അപ്പോൾ ആ 4 വരിപ്പാത കൊണ്ടുവരുമ്പോൾ എങ്ങനെയൊക്കെ തുക പോകുന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഞങ്ങൾക്ക് അതിനൊരു പരാതിയുമില്ല.
ഞങ്ങൾ തരുന്ന നികുതി പണത്തിൽ നിന്ന് ഞങ്ങൾ നിരന്തരം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന പഞ്ചായത്ത് റോഡും മുനിസിപ്പാലിറ്റി റോഡും ഒന്ന് പണിഞ്ഞെടുക്കുവാൻ, അതിൽ കൊടുക്കുന്ന പോസ്റ്റിൽ കൊടുക്കുന്ന ലൈറ്റ് ഒന്ന് മാറിക്കൊടുക്കുവാൻ സർക്കാരിന് പണമില്ലേ? വലിയ വലിയ വമ്പൻ റോഡുകൾ പണിയുവാൻ മാത്രമേ ഉള്ളൂ സർക്കാരിന് പണം എന്ന് എനിക്ക് ചോദിക്കുവാനുണ്ട്, സാധാരണ ജനത്തിന് ചോദിക്കുവാനുമുണ്ട്. പക്ഷെ അവർ പലപ്പോഴും ഭയപ്പെടുകയാണ് ചോദിക്കാൻ. കാരണം തുറന്നു പറഞ്ഞാൽ അവനെ പിറ്റേ ദിവസം കള്ളക്കേസിൽ കുടുക്കി അവനെ അകത്താക്കി പോലീസിനെ കൊണ്ട് അടുപ്പിക്കുന്ന രീതിയാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത്. പക്ഷേ അതിനെക്കാട്ട് ഒന്നുകൂടി മനസ്സിലാക്കുക, ഇന്ന് കേരളത്തിൽ ഒരു മലയാളിക്കും അന്തസ്സോടെ ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോകുവാൻ കഴിയുന്നില്ല. കാരണം അവൻ്റെ ജീവിതത്തിൽ അവരൊരു കച്ചവടം തുടങ്ങിയാൽ, ഒരു വലിയ ഷോറൂം തുടങ്ങിയാൽ, കട തുടങ്ങിയാൽ സർക്കാരിന് ടാക്സ് അടയ്ക്കുന്നുണ്ട്, സർക്കാരിന് ലൈസൻസ് തരുന്നുണ്ട്, എല്ലാം തരുന്നുണ്ട്. പക്ഷേ അവനവിടെ കച്ചവടം കുറയാനുള്ള കാരണം ഓൺലൈൻ വ്യാപാരം ഇന്ന് കേരളത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുക. എന്തുകൊണ്ട് അതിനെ സർക്കാർ നിയന്ത്രിക്കുവാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ്? അവർ ഓൺലൈൻ കാശ് കോടികൾ സർക്കാരിലേക്കോ, ഏത് സർക്കാരായാലും സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ വീട്ടിലേക്ക് വരുന്നുണ്ടോ? പാവങ്ങൾ ഞങ്ങളാണ് സർക്കാരിന് നികുതി പണമായാലും ടാക്സ് ആയാലും ലൈസൻസിനായാലും എല്ലാം കെട്ടിവെക്കുന്നുണ്ട്. ബാക്കി ഞാൻ പറഞ്ഞു വന്ന അവസാന വിഷയം, നിങ്ങൾ 4 വരി പാത പണിഞ്ഞോ വിരോധമില്ല. പക്ഷേ നീ ഓരോ പഞ്ചായത്തിലും ഓരോ വില്ലേജിലും അവിടെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പോലീസിൻ്റെ നൈറ്റ് പെട്രോളിങ്ങും ഡേ പെട്രോളിങ്ങും വ്യാപകമാക്കണം എന്നൊരു വിനീത അപേക്ഷയാണ് CM-നോട്. അതിന് വേണ്ട ഫണ്ട്, അവർക്ക് വേണ്ട ഫണ്ട്, പെട്രോൾ അടിക്കാനുള്ള കാശ് സർക്കാർ കൊടുക്കണമെന്നൊരു വിനീത അഭ്യർത്ഥനയാണ്. പറയുവാനാണെങ്കിൽ ഒത്തിരിയുണ്ട്. ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ജനങ്ങളുടെ ജീവൻ നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളെ വോട്ട് ചെയ്ത് നികുതി പണം നിങ്ങൾക്ക് തരുന്നതിൻ്റെ കാരണം നിങ്ങൾ ഞങ്ങളെ സംരക്ഷിക്കും എന്ന ഒറ്റൊരു വിശ്വാസത്തോടു കൂടിയാണ്. ആ വിശ്വാസത്തെ തകിടം മറിക്കരുത് എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി നിങ്ങളോട് അപേക്ഷിക്കുകയാണ് എന്നത് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം അരുൺ നെടുമങ്ങാട്.